ഈ വർഷം മുതൽ LSS പരീക്ഷയ്ക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്, ഘടനയിലെ, സ്കോറിംഗിൽ. അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയ പേരാണിത്. CM KISS സ്കോളർഷിപ്പ് LP പരീക്ഷ ഈ വർഷമായതുകൊണ്ട് 2026. CM KISS സ്കോളർഷിപ്പ് LP പരീക്ഷ 2026. പരീക്ഷ തീയതി ഈ വർഷത്തത് 26/2/2026. അതായത് അടുത്ത വർഷം ഫെബ്രുവരി 26-നാണ് LSS പരീക്ഷ നടക്കുന്നത്. പരീക്ഷയില് 2 പേപ്പറാണ്. പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1-ല് പരീക്ഷ രാവിലെ 10 മണി മുതൽക്ക് 12 മണി വരെ. പേപ്പർ 2-ല് 1:30 മുതൽ ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെ. ഇനി പേപ്പർ 1-ല് എത്ര ചോദ്യങ്ങളാ? 50 ചോദ്യങ്ങളാണ്. ഓരോ സ്കോർ വീതം ആകെ 50 സ്കോർ. അതില് ഗണിതം, ഈ 50 ചോദ്യങ്ങളിൽ ഗണിതം 10 ചോദ്യങ്ങൾ, 10 സ്കോർ. ഇനി പേപ്പർ 2-ലോ ആകെ എല്ലാ വിഷയങ്ങളും കൂടി 6 ചോദ്യങ്ങളാണ്, 30 സ്കോർ. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 5 സ്കോറാണ്. ഗണിതത്തിന് 2 ചോദ്യം, 10 സ്കോർ. അങ്ങനെ ആകെ രണ്ടും കൂടി, പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടി ആകെയുള്ളത് 56 ചോദ്യങ്ങൾ, 80 സ്കോർ. ഈ 2-ലും കൂടി ഗണിതം വരുന്നത് 12 ചോദ്യങ്ങൾ, 20 സ്കോർ. ഇനി നമുക്ക് ഈ ഗണിതത്തിന്റെ 20 സ്കോർ എങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് വാങ്ങാം, അതാണ് നോക്കാൻ പോകുന്നത്. അതിനെ SCRT ഇതിന്റെ സർക്കുലറിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച മാതൃകാ ചോദ്യങ്ങളുണ്ട്. അതില് 1 സ്കോർ വീതമുള്ള 2 ചോദ്യം, ഇത് മാതൃകാ ചോദ്യമാണ്. അതുപോലെ 5 മാർക്കിന്റെ 1 ചോദ്യം. ഈ 3 ചോദ്യങ്ങൾ ആകെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, മാതൃകാ ചോദ്യമാണ് അതിൽ ഒന്നാമത്തത്. 5,000-ഉം 34,100-ഉം 28,10-ഉം 225 1-ഉം ചേർന്ന സംഖ്യയെ സ്ഥാനവില അനുസരിച്ച് എഴുതിയത് ഏതാണ്? ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻ. A 8,000 900 210 51, B 9,000 800 51, C 8,000 900 510, D 8,000 900 51. ഈ 4 ഓപ്ഷൻസിലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊന്ന് വിശകലനം ചെയ്യണം. ഇതിൽ പറഞ്ഞെന്താ? 5,000 5,000 എന്ന് പറഞ്ഞാൽ 5,000. 5,000 5 3 0 5,000. 34 100-ആണ്. 34 100 ആകുമ്പോ 100-ല് 2 0 ഉണ്ടല്ലോ. 34 2 0 34 2 0 3400. പിന്നെന്താ? 28 10 10-ല് ഒറ്റ 0 ഉള്ളൂ. അപ്പൊ 28 10. സ്ഥാനമൊന്നും മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം കേട്ടോ. 28 10 അതിന്റെ 0 കൂടെ ഇടുമ്പോ 250. ആ സ്ഥാനത്തിനനുസരിച്ച് എഴുതി കൂട്ടിയിട്ടില്ലെങ്കിൽ ഉത്തരം ആകെ തെറ്റിപ്പോകും, കുളമാകും. 225 1 എന്ന് പറഞ്ഞാൽ 225 തന്നെ. ഇനി സിമ്പിളായിട്ടൊന്ന് കൂട്ടാം അല്ലെ? കൂട്ടാൻ അറിയാലോ. ഇതിപ്പോ കൂട്ടിയാൽ ഇത് 5 തന്നെ. 5 0 0 0 5 തന്നെ. ഇനി 2 8 10 പിന്നെ 2 0 ഉള്ളത്. അപ്പൊ ഇവിടെ 0, ബാക്കി 1 അല്ലെ. 2 1 3 5 4 9 5 3 8. 8,905 എന്ന് പറഞ്ഞാൽ 8,000 900 10 5 1. 8,000 900 5 1. 8,000 900 5 1. ഈ 4 ഓപ്ഷൻസിലെ ഇതാ D 8,000 900 5 1. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഓപ്ഷൻ D. അടുത്ത ചോദ്യം. ശ്രീയേഷ് 210 രൂപയ്ക്ക് 21 പേന വാങ്ങി. രൂപേഷ് മറ്റൊരു തരം പേന 1-ന് 12 രൂപ വെച്ച് വാങ്ങി. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കൊടുത്ത പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത്, ശ്രീയേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ. രണ്ടാമത്തത്, രൂപേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ.
മൂന്നാമത്തത് അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 2 രൂപ. നാലാമത്തത് അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപ. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസിലെ ഈ പറഞ്ഞ ABCD ഇതിലേതാണ് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം? സിയേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ എന്ന് അറിയണമെങ്കിൽ സിയേഷ് വാങ്ങിയ പേനയുടെ വില അറിയണം അല്ലേ? സിയേഷ് എന്താ 210 രൂപയ്ക്ക് 21 പേന വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു പേനയുടെ വില കാണണം. അതിനെന്താ വഴി? സിയേഷ് ആണ് പേന 210 രൂപക്ക് 21 പേനയാണ്. നമുക്ക് ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ എന്താ വഴി? 210നെ 21 കൊണ്ട് ഹരിക്കുക. ഇവിടെ 21 ഇവിടെ 21 അല്ലേ? സിമ്പിൾ ആയിട്ടാണേ. അപ്പൊ 1 ഈ 0 10 രൂപയാണ് സിയേഷ് വാങ്ങിയ ഒരു പേനയുടെ വില. ഇനി രൂപേഷോ? അത് ചോദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എത്രയാ? 12 രൂപയാണ്. ഇനിയിപ്പം ഇതില് ആര് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ? രൂപേഷാണോ അല്ലെങ്കിൽ ശ്രീയേഷാണോ? രൂപേഷാണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ ശ്രീയേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ, അതല്ല, അത് തെറ്റാണ്. എന്താ? രൂപേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. ഇനി മൂന്നാമത്തെ എന്താ? അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 2 രൂപ. ഇത് 10 ഇത് 12. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? അത് 2 രൂപ. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ് അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. നാലാമത്തെ എന്താ? അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപ. 2 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലെ? അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് ശരി. അപ്പൊ ഇതില് 2, 3 ഇതാ ഓപ്ഷൻ സി ആണ്. 2, 3 എന്ന് പറഞ്ഞ ഈ ഓപ്ഷനാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ. ഇനി 5 സ്കോർ വീതം അതിന്റെ ഒരു മാതൃകാ ചോദ്യം പരിചയപ്പെടാം. ഈ ചോദ്യം 5 സ്കോറിൻ്റെതാണ്. അല്പസമയം ഇത് ചെയ്യാൻ വേണ്ടി വരും. നേരത്തെ കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യേണ്ടതാണ്. ഇത് അല്പസമയം വേണ്ടി വരും. നമുക്ക് നോക്കാം, കുറച്ചും കൂടി വേഗത്തിൽ അങ്ങനെ ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. സ്കൂളിൽ നിന്ന് 50 കുട്ടികളും 5 അധ്യാപകരും കൂടി പഠനയാത്ര പോയി. അത് ഒരു പ്രസ്താവന. 1, 2, 3 ചോദ്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇത് വെച്ച് കണ്ടുപിടിക്കണം. പാർക്ക് സന്ദർശിക്കുന്നതിന് ഒരു കുട്ടിക്ക് 60 രൂപയും ഒരു അധ്യാപകന് 80 രൂപയുമാണ് ടിക്കറ്റിന്റെ വില. എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ എത്ര രൂപ വേണം? അപ്പൊ ഇതില് എന്താണ് എല്ലാവർക്കും കൂടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അധ്യാപകരും കുട്ടികളും വരുന്നുണ്ട് അല്ലേ? അപ്പോ കുട്ടികൾ ഇത് എ ആണ്, അതിന്റെ കാര്യമാണ്. കുട്ടികൾ എത്രയുണ്ട്? 50 കുട്ടികളാണ്. അധ്യാപകരോ 5 ആണ്. ഇനി പാർക്ക് സന്ദർശിക്കുന്നതിനുള്ള നിരക്കാണ് അല്ലേ? ഒരു കുട്ടിക്ക് 60 രൂപ. അപ്പൊ ആകെ എങ്ങനെ കാണും? 50 കുട്ടിക്കാണ് 60. അധ്യാപകർക്ക് എത്രയാണ്? ഒരു അധ്യാപകന് 80 രൂപ വെച്ചാണ്. അപ്പൊ 5 അധ്യാപകർക്ക് 5 ഗുണിക്കണം 80. ഇത് കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ചോദ്യത്തിന്റെ എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ എത്ര രൂപ വേണം. ഇതെങ്ങനെ വിളിക്കും? സിമ്പിളായിട്ട്. അപ്പൊ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ? ഇതിന്റെ വലത്തേ അറ്റത്ത് ആ 2 0 ആദ്യം ഇട്ടേക്ക്. എന്നിട്ടോ 5നെ 6 ഗുണിക്കാം 30. ഇതാണ് 50 ഗുണിക്കണം 60. ഇതോ ഇതേപോലെ തന്നെ ഇതിൽ ഒരു 0 ഉണ്ട്, അത് ആദ്യം ഇട്ടേക്ക്. 5 8 40. 3000ഉം 400ഉം കൂടെ കൂട്ടുക. എത്ര വരും? 3000ഉം 400ഉം കൂടെ കൂട്ടുമ്പോ 3004. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ തന്നെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഒരുപാട് സങ്കീർണതകൾ പോകരുത്. സിമ്പിളായിട്ട് 50 ഗുണിക്കണം 60 കിട്ടുമ്പോൾ 5 ഗുണിക്കണം 6 30. ഈ 2 0. 5 ഗുണിക്കണം 8 40. ഈ ഒരു 0. 3000ന്റെ കൂടെ 400 കൂട്ടുമ്പോൾ അത് 3400.
അങ്ങനെ ചെയ്യണേ. എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ എത്ര രൂപ വേണം? 3400 രൂപ. ഓക്കെ. അടുത്ത ചോദ്യം. പ്രഭാത ഭക്ഷണത്തിന് ഒരാൾക്ക് 55 രൂപയും ഉച്ചഭക്ഷണത്തിന്, അത് അവിടെ എഴുതാൻ വിട്ടുപോയോണ്ട് പിന്നെ എഴുതി ചേർത്തതാണ്, അപ്പൊ ലേശൊരു അക്ഷരമൊക്കെ ചെറുതായിട്ടുണ്ട്, ക്ഷമിക്കണം. ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി 4350 രൂപയും ചെലവായി. പ്രഭാത ഭക്ഷണത്തിനേക്കാൾ എത്ര രൂപ കൂടുതൽ ഉച്ചഭക്ഷണത്തിന് ചെലവായി? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് എന്താ, ഒന്ന് പ്രഭാത ഭക്ഷണമുണ്ട്, പിന്നെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി ചെലവായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ, 4350 രൂപ. പ്രഭാത ഭക്ഷണത്തിന്റെയോ കൊടുത്തിട്ടില്ല. അതിലാകെ പറയണ്ട, ഓരോരുത്തർക്കും 55 രൂപ വെച്ച് ചെലവായി മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര പേരുണ്ട്? 50 കുട്ടികളും 5 അധ്യാപകരും, ആകെ 55 പേര്. ഓരോരുത്തർക്കും ചെലവായത് 55 രൂപ. അപ്പൊ പ്രഭാത ഭക്ഷണത്തിന് ചെലവായത് എങ്ങനെ കണ്ടുപിടിക്കാം? 55 പേരാണ്, 55 രൂപ വീതം ചെലവായി. 55 ഗുണിക്കണം 55. ഇത് രണ്ടും ഒരേ സംഖ്യയാണ് അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഒരേ സംഖ്യയാണ്. ഇത് ഗുണിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇതാ ഈ 5ഉം ഈ 5ഉം കണ്ടില്ലേ, ഗുണിച്ചാൽ എത്ര കിട്ടും? 25. ഇനി ഈ 5ഉം ഈ 5ഉം തമ്മിൽ ഗുണിക്കണം അല്ലേ? അതിന് 5 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ? 6. 5 6 ഗുണിച്ചാൽ എത്ര വരും? 30. 3025. ഇങ്ങനെയാണ് ഗുണിക്കേണ്ടത്. അത് നമുക്ക് എല്ലാ സംഖ്യ അങ്ങനെ ഗുണിക്കാം. അപ്പൊ 15 ഗുണിക്കണം 15. 5 5 25. 1 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ? 2. ഒരു 2 2. ഇനി 25 ഗുണിക്കണം 25. 5 5 25. 2 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 3. 2 3 6. 55 ഗുണിക്കണം 55 വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ 15 ഗുണിക്കണം 15, 25 ഗുണിക്കണം 25, ആ രൂപത്തില് സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ല വേറെ ഏതെങ്കിലും സംഖ്യയൊക്കെ ആണെങ്കിൽ ഇതല്ല, വേറെ വഴികളുണ്ട്. ഇവിടെ ചോദ്യം എന്താ? പ്രഭാത ഭക്ഷണത്തേക്കാൾ എത്ര രൂപ കൂടുതൽ ഉച്ചഭക്ഷണത്തിന് ചെലവായി? അതിനെന്താ വേണ്ടത്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക തന്നെ അല്ലേ? 4350 കുറക്കണം 3025. ഇതെങ്ങനെ കുറക്കുക? 25ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 കിട്ടും? 25. 25ഉം 25ഉം 50. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ 0 3 കൂട്ടിയാൽ 3 കിട്ടും. 3 1 കൂട്ടിയാൽ 4 കിട്ടും. 1325 രൂപ കൂടുതലാണ് ഉച്ചഭക്ഷണത്തിന് പ്രഭാത ഭക്ഷണത്തേക്കാൾ. ഓക്കെ. അടുത്തത്, കുട്ടികൾക്ക് നൽകുന്നതിനായി വൈകുന്നേരം 9 കിലോഗ്രാം മുന്തിരി വാങ്ങി. ആകെ 675 രൂപ കൊടുത്തു. 1 കിലോഗ്രാം മുന്തിരിയുടെ വില എത്ര? ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് എന്താ? 9 കിലോഗ്രാം മുന്തിരിയുടെ വിലയാണ് തന്നിരിക്കുന്നത്, 675 രൂപ. നമുക്ക് 1 കിലോഗ്രാം മുന്തിരിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ വഴി? ഈ ആകെ 675നെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് 1 കിലോഗ്രാം മുന്തിരിയുടെ വില. ഓക്കെ. അപ്പൊ അവിടെ ഹരണമാണ്, അത് ശ്രദ്ധിക്കുക. 1 കിലോഗ്രാം മുന്തിരിയുടെ വില സമം 675 ഹരിക്കണം 9. ഹരിക്കാൻ കഴിയണം. എങ്ങനെ ഹരിക്കാൻ നോക്കാം? 675 ഹരിക്കണം 675 ഹരിക്കണം 9. അപ്പൊ ഇവിടെ 9ന്റെ ഗുണം അല്ലേ?
ഒരു 9, 9, 18, 3, 27, 7, 9, 63. 63ന്റെ കൂടെ എത്ര കുട്ടികൾ 67 കിട്ടും? 4. ഇനി 5, 45. എത്ര 9 45? 5, 9 ആണ് 45. അപ്പൊ എത്ര കിട്ടി? 75 രൂപയാണ് 1 കിലോഗ്രാം മുന്തിരിയുടെ വില. അപ്പൊ ഇവിടെ ഈ 5 സ്കോറിന്റെ ചോദ്യം അതിന്റെ ഉത്തരമായി. നേരത്തെ ഓരോ സ്കോറിന്റെ 2 ചോദ്യവും ചെയ്തു കഴിഞ്ഞു. ഓക്കെ.